രാഷ്ട്രീയം മാറ്റിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളിത്തിര വിട്ട് ജനസേവനത്തിന്റെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് ദളപതി വിജയ്. തന്റെ അവസാന സിനിമ എന്ന നിലയിൽ എത്തുന്ന ജനനായകൻ വിജയ്ക്ക് തന്റെ രാഷ്ട്രീയ സാന്നിധ്യത്തിന് ശക്തി പകരുക എന്ന ലക്ഷ്യം കൂടിയുണ്ടെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എങ്കിലും ഒരു വിജയ് ചിത്രം എന്ന നിലയിൽ ജനനായകൻ വമ്പൻ പ്രതീക്ഷകളുമായാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. വിജയ് ആരാധകർക്ക് തങ്ങളുടെ നായകന്റെ അവസാന സിനിമ എന്ന നിലയിലും മറ്റു പലർക്ക് വിജയ് തന്റെ കഥാപാത്രത്തിലൂടെ തമിഴ് രാഷ്ട്രീയ മേഖലയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ എന്തൊക്കെയാവും എന്നറിയാനുള്ള ജിജ്ഞാസയും ജനനായകന്റെ വരവ് ജിജ്ഞാസാഭരിതമാക്കുകയാണ്. പക്ഷേ ആവേശത്തിനൊപ്പം വിവാദങ്ങളും സൃഷ്ടിക്കുകയാണ് ജനനായകൻ. വിജയുടെ രാഷ്ട്രീയമോ ചിത്രത്തിന്റെ പ്രമേയമോ ഒന്നുമല്ല ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്നതും കൗതുകകരമാണ്. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയതിന് തൊട്ടു പിന്നാലെ വലിയ വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ട്രെയിലറിന്റെ ഒരു ദൃശ്യത്തിൽ ഗൂഗിൾ ജെമിനി എന്ന AI ടൂളിന്റെ ലോഗോ വ്യക്തമായി പ്രത്യക്ഷപ്പെട്ടതാണ് ഈ വിവാദങ്ങൾക്കു കാരണം. പ്രതികാരദാഹിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാണ് വിജയിയെ ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത്. ട്രെയിലറിന്റെ തുടക്കത്തിൽ ഒരു കഥാപാത്രം തോക്ക് ചൂണ്ടുന്ന ദൃശ്യത്തിന് പിന്നാലെ നിമിഷ നേരം മാത്രം ദൈർഘ്യമുള്ള ഒരു ഷോട്ടിൽ ഗൂഗിൾ ജെമിനി ലോഗോ കണ്ടുവന്ന് എക്സ് പ്ലാറ്റ്ഫോമിലെ നിരവധി അക്കൗണ്ടുകൾ പങ്കുവച്ച സ്ക്രീൻ റെക്കോർഡിങ്ങുകൾ വഴി വ്യക്തമായിരിക്കുന്നു. പക്ഷേ പിന്നീട് പരിശോധിച്ചപ്പോൾ ആ ലോഗോ നീക്കം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വിമർശനങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ്. ഏകദേശം 400 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രത്തിൽ ഇത്തരമൊരു പിഴവ് സംഭവിച്ചതാണ് പ്രേക്ഷകരെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഈ ആരോപണം ഉണ്ടായതിനു ശേഷം നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്നത്. എഡിറ്റർ ആരാണ്? ഇത്ര വലിയ ഒരു ചിത്രത്തിൽ ഇത്തരമൊരു പിഴവോ? 400 കോടി ബഡ്ജറ്റിൽ എടുത്ത ചിത്രത്തിന്റെ നിലവാരം ഇതാണോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. സിനിമയിൽ AI ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യപ്പെടണം. വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ ജനനായകൻ ഗംഭീരമാക്കേണ്ടതല്ലേ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നിർമ്മാതാക്കൾ. വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം KVN പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. 2026 ജനുവരി 9 മകരസംക്രാന്തിയുടെയും പൊങ്കലിന്റെയും മുന്നോടിയായി ചിത്രം തിയേറ്ററുകളിലെത്തും. പൂജ ഹെഡ്സ്, ഗൗതം വാസുദേവ് മേനോൻ, മമിത ബൈജു, പ്രിയ മണി, പ്രകാശ് രാജ്, നരൻ തുടങ്ങിയവരുടെ സാന്നിധ്യമുണ്ട് ഈ ചിത്രത്തിൽ. അനിരുദ്ധ് രവിചന്ദർ സംഗീത സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് അറിവാണ്. മലേഷ്യയിൽ നടന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ കിട്ടിയ സ്വീകാര്യത വളരെ വലുതായിരുന്നു. മലേഷ്യയിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത ഈവന്റ് ആയിരുന്നു ഈ ഓഡിയോ ലോഞ്ച്. ഒരു തലമുറയിലെ പ്രേക്ഷകരുടെ പ്രിയ താരമായ വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷ ചെറുതല്ല. പക്ഷേ ചിത്രത്തിന്റെ ട്രെയിലറിലെ AI ലോഗോ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ വലിയ ശ്രദ്ധയൊന്നും കൂടാതെ നിർമ്മിക്കുന്ന ഒന്നാണോ എന്ന ചർച്ച പലയിടത്തുമുണ്ട്. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ എത്രത്തോളം വലിയ രീതിയിൽ മോശമായി ബാധിക്കുമെന്നതിന്റെ ഉദാഹരണമാണിത്. കോടികൾ ചെലവഴിച്ച് ഒരുക്കുന്ന ചിത്രത്തിൽ ഇങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടാകുമ്പോൾ അത് അംഗീകരിക്കാൻ സിനിമാ പ്രേമികൾ മടിക്കുമെന്നത് സത്യമാണ്.